മൂത്തേടം ചോളമുണ്ട വനാതിർത്തിയോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. നാട്ടുകാർ കസേരക്കൊമ്പൻ എന്ന് വിളിച്ചിരുന്ന കൊമ്പനാനയാണ് ഉപയോഗശൂന്യമായി കിടന്ന സെപ്റ്റിക് ടാങ്കുകളിൽ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. കൊളായി വനത്തിൽ നിന്നും കേവലം 30 മീറ്റർ അകലെ ചോളമുണ്ട ഇഷ്ടികളത്തോട് ചേർന്ന കുഴിയിലാണ് കിടക്കുന്നത്. പ്രായാധിക്യവും ശരീരത്തിലെ പരിക്കുകളുമാണ് മരണകാരണമെന്നാണ് സൂചന. പുലർച്ചെ 4:15 ഇഷ്ടികളത്തിലെ തൊഴിലാളികളാണ് കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടത്. ഏകദേശം 40 വയസ്സിലേറെ പ്രായമുണ്ട്. ശരീരത്തെ മുറിവിൽ പുഴുവരിച്ചതായും കാണുന്നുണ്ട്. 9 മണിയോടെ മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ ആനയുടെ ജഡം കാട്ടിലേക്ക് മാറ്റി. നിലമ്പൂർ റേഞ്ച് ഓഫീസർ അഖിൽ നാരായണൻ, വനം വെറ്ററിനറി സർജൻ ഡോക്ടർ എസ് ശ്യാം ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ജനവാസ മേഖലയിൽ നിത്യവും ശല്യം വരുത്തിയ കാട്ടാനയായിരുന്നു ഈ ചെരിഞ്ഞ കൊമ്പൻ. ഇതെപ്പോഴാണ് കണ്ടത്? എങ്ങനെയാണ് ഇതിന്റെ സംഭവം? ഇന്ന് രാവിലെ ഇവിടെ ആളുകൾ കണ്ടത്, ചാടിയതായിട്ട് കണ്ടത്. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ക്ഷീണിച്ചതില്ല, നടക്കുകയാണ്. സുഖമില്ലാതെ അങ്ങനെ ആളുകളായിട്ടൊന്നും വലിയ ശല്യമൊന്നും ഇല്ലാതെ അങ്ങനെ നടക്കുകയാണ്. വായും ഇതൊക്കെ പറിച്ചിട്ട് അങ്ങനെ വേറെ പരിക്കുകളൊന്നും ആയിട്ട് അങ്ങനെ കാണാനില്ല. കസേരക്കൊമ്പ് എന്ന് പറയുന്ന ആന തന്നെയാണത്? അതെ അതെ അതെ, കസേരക്കൊമ്പ് എന്നൊക്കെയാണ് വിളിക്കലുള്ളത്. എങ്ങനെ നാട്ടിലേക്ക് പിന്നെ നമ്മൾ ഓടിക്കുമ്പോൾ കണ്ടിട്ട് പോലും പിന്നെ കുറച്ച് ഞാൻ കണ്ടു വരും. അങ്ങനെ ഫോറസ്റ്റും കൂടിയിട്ട് രാത്രി 2:30 3:30 ഒരു 15 ദിവസം ഓടിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇന്നലെ ഒന്ന് കണ്ടിട്ടില്ല. രാവിലെ ഞാൻ 4 മണിക്ക് വരുമ്പോൾ ഇവർ ബാത്റൂമിൽ പോകുന്ന സമയത്ത് കണ്ടത്. അപ്പോൾ എന്നോട് വിളിച്ചു, ഞാൻ ഫോറസ്റ്റിനെ വിളിച്ചു പറഞ്ഞു. എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല. ക്ഷീണിതനാണ് കുറേ ദിവസമായി ആന. ഇപ്പോൾ കുറച്ച് മുറി കാണുന്നുണ്ട്. ക്ഷീണിതനാണ്, 15 ദിവസം ക്ഷീണിതനാണ്. ഡെയിലി പോയി ഇവിടെ 10-20 ഏക്കേഴ്സ് ഫുള്ള് ആന പറിച്ചു കഴിഞ്ഞതാണ്. നിങ്ങളുടെ സ്ഥലം തന്നെയാണോ? ഇല്ല, ഇനി പറിക്കാലും എന്താ എൻ്റെ ഈ വാക്ക് ഫുള്ള് കഴിഞ്ഞതാണ്. ഈ ഭൂമി കംപ്ലീറ്റ് കൃഷി ഒക്കെ തെങ്ങും റബ്ബറും ഉണ്ടായിരുന്നു. കസേരക്കൊമ്പല്ല ആനയാണ്. ന്യൂസ് നൗ മൂത്തേടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.